ഞാൻ തൃശ്ശൂർ ഒരു ധ്യാന കേന്ദ്രത്തിൽ അന്ന് അവിടെ ധ്യാനം ഇല്ലാത്ത ദിവസമായിരുന്നു. അവിടെ ഞാൻ ചെന്നപ്പോൾ ഗ്രോട്ടൊക്കെ ഇങ്ങനെ പൂപ്പല് പിടിച്ചിട്ടും എഴുതി കത്തിച്ചതിൻ്റെ ഒക്കെ അങ്ങനെ ആകെ വൃത്തികേട് പോലെ തോന്നി. ഇങ്ങനെ ചെടികളൊക്കെ പിടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് വെച്ച ചട അതൊക്കെ പിടിച്ച് വലിച്ചിട്ട് അപ്പോൾ ഒക്കെ ഞാൻ പിടിച്ച് വലിച്ച് ഒക്കെ ചിരട്ടൊക്കെ എടുത്ത് ഉരച്ച് അവിടെ ക്ലീനാക്കി. പിന്നെ അങ്ങോട്ട് ഹാളിൻ്റെ അവിടേക്ക് കടന്നപ്പോൾ മാതാവിൻ്റെ രൂപം അവിടെ നിൽക്കുന്നുണ്ട്. ചെറിയ രൂപമാണ് മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. സാരി എടുത്തിട്ടുള്ള രൂപമാണ്. അതുമ്പോൾ പൊടി പിടിച്ചിട്ട് കിടക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെയല്ല കിടക്കണം, ഒന്ന് അടിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അടിച്ച് വരികയായിരുന്നു. അപ്പോൾ അടിച്ചു വാരിയിട്ട് പടി മാതാവിൻ്റെ സാരി കൊടുത്ത രൂപം ആകുമ്പോൾ പൊടിയും പിടിച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ചേലിട്ടത് താമരത്തുള്ള പോലെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. എന്നിട്ടാണ് ഞാൻ അടിച്ചു വാരുന്നത്. അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ എവിടുന്ന് ഒരു ചിരി കേൾക്കുകയാണ്. ഒരു പെണ്ണാണ് ചിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ ഈ അടിച്ചു വാരനെ കണ്ടിട്ട് എന്നെ കളിയാക്കി ചിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇവിടെ ആ ദുഷ്ടത ആദ്യം പ്രകടമാക്കുമല്ലോ, അത് വന്നു ഇത് ആരെന്നെ കളിയാക്കി ചിരിക്കണേ, ഇത് ചൂലും കെട്ടുകൊണ്ട് മയക്കും ഞാൻ ഇങ്ങനെ വെട്ടി കെട്ടി കഴിഞ്ഞാൽ പോരും പറമ്പ് പോലെ കിടക്കണേ ഇത് ഹാള്. ഇതൊന്നും അടിച്ചു വാരി പ്രത്യേക ആളില്ല. അത് ബാക്കിയുള്ള ഒരാൾ ഇത് അടിച്ചു വരുമ്പോഴാണോ കളിയാക്കി ചിരിക്കണേ. എന്നിട്ട് വീണ്ടും ഞാൻ അടിച്ചു വാരുകയാണ്. അടിച്ചു വരുമ്പോൾ വീണ്ടും ചിരി കേട്ടപ്പോൾ കേട്ടുടനെ നോക്കി മാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്കാണ്. അവിടെ നിന്നാണ് ചിരി കേട്ടത്. നോക്കിയപ്പോൾ ഈ സ്റ്റാച്ചു ഇങ്ങനെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ ഒഴുകി നിൽക്കുന്നത് പോലെ, ആ സിനിമയിലൊക്കെ അങ്ങനെ കാണിക്കാൻ പറ്റുള്ള ഇങ്ങനെ ഒഴുകി തുണിയൊക്കെ ഇങ്ങനെ ഒഴുകി നിൽക്കണ പോലെ തോന്നും. അന്ന് നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ മറുപുറം കാണാനും പറ്റും, അപ്പുറം ഭാഗം നമുക്ക് കാണാനും ഉണ്ട്, നമുക്ക് ഇങ്ങനെയും കാണാനുണ്ട്. അവ എന്നോട് ഇങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ട് മാതാവ് ഇങ്ങനെ എന്നോട് ഇങ്ങനെ അലക്ക് എന്ന് പറഞ്ഞ തൃശ്ശൂർ ഭാഷയിൽ പറയും, അലക്ക് എന്ന് പറഞ്ഞു. ഞാൻ തമിഴത്തിൽ നിന്ന് വിളിച്ചത് വലിയ അപരാധമാണ്, എന്നോട് മാപ്പാക്കണം, എൻ്റെ അറിവില്ലായ്മ അറിയാലോ, അതുകൊണ്ടല്ലേ. അല്ല, തമിഴത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് എന്താ കുഴപ്പം? വേളാങ്കണ്ണിയമ്മ തമിഴത്തിയല്ലേ? അത് തമിഴിൻ്റെ രാജാത്തി. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞത്. അപ്പോഴാണ് പാടിയത് ഞാൻ ഈ രാജാത്തി എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് പാട്ടുണ്ട്. ആ പാട്ടിങ്ങനെയാണ്, ராஜாத்தி ராஜாத்தி எங்கம்மா என்றும் ராஜாத்தி ரோஜா பூ மாலை போல உள்ளம் சிவந்த ராஜாத்தி குக்கு குருவி லல்லலம் அருவி வாழ்வை விதைக்கிற பூங்குருவி வாழ்க்கை கொடுக்கிற தேனருவி ராஜாத்தி ராஜாத்தி எங்கம்மா என்றும் ராஜாத்தி ரோஜா பூ மாலை போல உள்ளம் சிவந்த ராஜாத்தி.